ഇവനാണ് സിമന്റോ. ഇവൻ വീറിന്റെ സ്കൂളിലെ സിമന്റിൽ പതുങ്ങിയിരിക്കും. വീർ അവിടെ എത്തുമ്പോൾ നീ റിമോട്ട് വെച്ച് സിമന്റോയെ ആക്ടിവേറ്റ് ചെയ്തേക്ക്. ഉടൻ തന്നെ സിമന്റോ പുറത്തേക്ക് വരുന്നതാണ്. പിന്നെ സിമന്റ് എടുത്ത് എറിഞ്ഞ് വീറിനെ ഫ്രീസ് ആക്കി കളയും. നീ എന്താണ് ചെയ്യുന്നത്? ബോസ്, ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഇവരവിടെ വന്നാൽ ജോലി ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയണ്ടേ. അല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു അപമാനമായി പോവില്ലേ ബോസ്? അതുകൊണ്ടാണ് ഞാൻ ഈ ഹിറ്റിംഗ് റേസ് റിമോട്ട് ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഓൾറെഡി ഒരു സിമന്റ് മിക്സർ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ രണ്ടാമതൊരെണ്ണം ആരാ കൊണ്ടുവന്നത്? അറിയില്ല സാർ, ഞാൻ ഇപ്പൊ തന്നെ അത് അന്വേഷിക്കാം. എടോ, ഈ സിമന്റ് മിക്സർ ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നേ? അതിങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ് സാർ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. ഇംലി, അവൻ ഡിംബക്റ്റു ആണ്. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ. ബോസ്, എന്റെ ജോലി സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു ബോസ്. യു ആർ ജീനിയസ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ് ബോസ്. സോറി മൈ ഡിയർ ഫ്രണ്ട്സ്, ആ രണ്ടാമത്തെ സീറ്റ് എമിലിക്ക് വേണ്ടിയുള്ളതാണ്. ഈ റേസിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും പങ്കെടുക്കാനാവില്ല. നീ ഏത് കോമ്പറ്റീഷൻ വന്നാലും എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. ഈ പ്രാവശ്യം ഞാൻ സമ്മതിക്കില്ല. ചിണ്ടു, ഈ പ്രാവശ്യം ഒരു പുതിയ ഗോകാർട്ട് ആ ചെക്കൻ വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീറിനെ നമുക്ക് റേസിൽ തോൽപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോ ഗോകാർട്ട് കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ അത് വീറിനെ റേസുകൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ വീറിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആയുധങ്ങൾ നിറച്ചൊരു ഗോകാർട്ട് നിനക്ക് തന്നേക്കാം. ഓക്കേ, ആദ്യം ഈ ഹെൽമെറ്റ് പിടിക്ക. ഈ ഹെൽമെറ്റ് അവൻ അണിഞ്ഞാൽ ആ വണ്ടിയുടെ ബ്രെയിൻ പിന്നെ നിന്റെ കൺട്രോളിലായിരിക്കുമെടാ. അവൻ ഏതാണ്ടൊരു റോബോയായി മാറും. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ചെയ്താൽ മതി. നീ അവനോട് എന്തു പറഞ്ഞാലും അവൻ അതുപോലെ തന്നെ അങ്ങ് ചെയ്യും. അതോടെ വീറിന്റെ കളി അവസാനിക്കും. പിന്നെ നമ്മുടെ കളി അങ്ങ് തുടങ്ങുകയല്ലേടാ. നീ ഹെൽമെറ്റ് അണിഞ്ഞോളൂ ബണ്ടി. നീ ഹെൽമെറ്റ് അണിഞ്ഞ് റേസിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് കിട്ടും. ഈ ചെണ്ട് തനിഷ്ടം കാണിച്ച് എന്തൊക്കെയോ ചെയ്യുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഗ്രൗണ്ടിന് ചുറ്റും 5 പ്രാവശ്യം റൗണ്ട് ചെയ്യണം. 5ാമത്തെ റൗണ്ട് അവസാന റൗണ്ട് ആയിരിക്കും. എല്ലാവരും റെഡിയല്ലേ? ഇതിപ്പോ ഗോകാർട്ടാണോ പാസ്സായത് അതോ വല്ലോ കാറ്റ് പഠിച്ചതാണോ? എനിക്കും അതിൽ സംശയമുണ്ട് സാർ. ഗോകാർട്ടിന് എങ്ങനെ എത്രയും വേഗത്തിൽ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? സാർ അങ്ങോട്ട് നോക്കി, അവരിതുവരെ ഹാഫ് റൗണ്ട് പോലും കഴിഞ്ഞിട്ടില്ല. ആയുധം പുറത്തെടുക്ക്, എന്നിട്ട് വീറിന്റെ ടയറിന്റെ വെടി തീർത്തേക്ക്.
ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. ഡിംബക്ടു എന്തൊക്കെയോ ചതി ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. വണ്ടി വീറിനെ ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ കഥ അങ്ങ് തീർത്തേക്ക്. ഗോ കാട്ടിൽ വെച്ചിരിക്കുന്ന വെപ്പൺ യൂസ് ചെയ്യ്. എന്റെ ഡോങ്കി സെൻസ് പറയുന്നു എന്തോ ഒരു അപകടം ഉണ്ടെന്ന്. ചിണ്ടു ചിണ്ടു ഇങ്ങോട്ട് നോക്ക്, കുറെ എലികൾ. രക്ഷിക്കണേ വീർ, വീട് മൊത്തം എലികളാ, എന്നെ രക്ഷിക്ക്. ഇത്ര എലികൾ ഇത് എവിടുന്നാ വന്നത്? ചിണ്ടു ഇതിനൊക്കെ അങ്ങ് ഫിനിഷ് ചെയ്തേക്കാൻ. വേണ്ട ചിണ്ടു, അതിനെ കൊല്ലണ്ട. ഈ എലികളെല്ലാം കഴിക്കാൻ ആഹാരം തേടി വന്നിരിക്കുകയാണ്. എല്ലാത്തിനെയും പിടിച്ച് പുറത്തേക്ക് ആക്കിയാ മതി. എന്തിനാടാ കിടന്ന് വിറയ്ക്കുന്നത്? അതൊക്കെ വെറും എലികൾ മാത്രമല്ലേ? എനിക്ക് എലികളെ ഭയങ്കര പേടിയാ. ചേടാ, ഒന്നും ശരിയാവുന്നില്ലല്ലോ. എലികളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത്. പിന്നീട് സന്ദർഭം നോക്കി അറ്റാക്ക് ചെയ്യാം. ചിണ്ടു, എല്ലാ എലികളും പോയി കഴിഞ്ഞു. നീ ഇനി പേടിക്കണ്ട. എന്താ ഇത്? ഒരു ജിന്ന് പോലെ എലിയെ പേടിക്കുന്നു. ഞാൻ ജിന്നൊക്കെ തന്നെയാണ്, പക്ഷെ ഞാനൊരു ചെറിയ ചെക്കനല്ലേ, എനിക്ക് പേടി തോന്നുന്നത് സ്വാഭാവികമല്ലേ. എന്താ പറ്റിയത്? എന്താ ഇവിടെ ആകെ ഒരു ബഹളം? അപ്പൂപ്പ എന്താന്നറിയില്ല, പെട്ടെന്ന് ഇവിടേക്ക് കുറെ എലികൾ കടന്നു വന്നു. ഞാൻ അതിനെ എല്ലാത്തിനെയും പിടിച്ച് പുറത്തേക്ക് കളഞ്ഞു. ഹായ് എമിലി, നിനക്കൊരു കാര്യം അറിയോ? അത് എവിടുന്നാ വന്നേന്ന് അറിയില്ല, പക്ഷെ കുറെ എലികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. ചിണ്ടു ആ എലികളെ കണ്ട് പേടിച്ച് വരണ്ടുപോയി അറിയാമോ? അവൻ ഞങ്ങളെ സഹായിക്കുന്നതിന് പകരം ടേബിളിൽ കയറി ഇരുന്ന് പേടിച്ച് വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്രയേറെ എലികൾ എവിടെന്നാ വന്നേ വീർ? ചിണ്ടു നീ പെട്ടെന്ന് പൂച്ചയായി മാറ്. ആ എലികളൊക്കെ നിന്നെ കണ്ട് പേടിച്ച് ഓടിപ്പോകും. അവൻ കിടന്ന് വിറയ്ക്കുന്നത് കണ്ടില്ലേ? എലികളെ കണ്ട് പേടിച്ചോടുന്ന ആദ്യത്തെ പൂച്ച ഇവനായിരിക്കും. ശ്ശടാ, ഈ എലികള് വീണ്ടും വരുന്നല്ലോ. ഇതൊന്നും ശരിക്കുള്ള എലികളല്ല, ഇത് റോബോട്ട്സ് ആണല്ലോ. ഇതെല്ലാം എന്നെ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുകയാണല്ലേ. ഇതിനെല്ലാം ഇവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകാം. റോബോബോയ് സ്യൂട്ട് ഓൺ, റോബോബോയ് സ്യൂട്ട് ഓൺ. വീർന്ന റോബോ ബോയ്, ഇനി നീ എത്ര കാലം രക്ഷപ്പെട്ടോടും? എന്റെ എലികൾ നിന്നെ ഇനി വെറുതെ വിടില്ല. അല്ലേ എമിലി? അതെ ചിണ്ടു, നീ വിചാരിച്ച നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നീ വിചാരിക്കുന്നില്ലല്ലോ, അതാണ് ഇപ്പൊ പ്രശ്നം. കണ്ടോ, നിനക്കിപ്പോ വിശക്കുന്നു. നീ മാജിക് ചെയ്ത് ചാട്ട് കൊണ്ടുവന്നു. ശരി, ഓക്കെ, നിങ്ങൾ നോക്കിക്കോ. ഈ ദിവസം മുഴുവൻ ഞാൻ മാജിക് പവർ ഇല്ലാതെ എല്ലാ ജോലികളും ചെയ്യും. അല്ല, ഈ ബൈക്ക് ആരുടേതാ? ബൈക്ക് കാണാൻ കൊള്ളാലോ. ഒന്ന് കേറി ഇരുന്ന് നോക്കാം. ടാർഗറ്റ് മാച്ചിങ്, ടാർഗറ്റ് മാച്ചിങ്. നിന്റെ കഥ അവസാനിച്ചു വീർ. ചേട്ടാ, എനിക്കിതെന്താ പറ്റിയത്? എമിലി, ഇത് ബൈക്കല്ല, റോബോട്ടാണ്. ഇതിലുള്ള മാഗ്നറ്റ് കാരണം ഞാൻ കുടുങ്ങി പോയിരിക്കുകയാണ്. നിങ്ങൾ ആരും അടുത്തേക്ക് വരരുത്. ചിണ്ടു, വീറിനെ രക്ഷിക്ക്. അതൊരു ബൈക്ക് റോബോട്ടാണ്. അത് വീറിനെ പിടിച്ചോണ്ട് പോയിരിക്കുക. എത്ര പെട്ടെന്ന് മാജിക് യൂസ് ചെയ്യ്. ഇന്ന് ഞാൻ മാജിക് പവർ യൂസ് ചെയ്യാതെ തന്നെ വീറിനെ രക്ഷിച്ച് കാണിച്ചു തരാം. ഇന്ന് ഞാൻ അത് പ്രൂവ് ചെയ്യാൻ പോവാ. മാജിക് ഇല്ലാതെ വീറിനെ രക്ഷിച്ച് കാണിച്ചു തരാം. എനിക്കിന്ന് വീറിനെ രക്ഷിച്ചേ പറ്റൂ. ചിണ്ടു
ഞാൻ അപ്പൂപ്പനെ ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. Roboboy suit on. Roboboy suit on. വീർ, നിന്റെ ഓരോ ലേസറിനും ഈ മാഡ് ബൈക്കിനെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല. ഇത് ലേസർ പ്രൂഫാണ്. അപ്പൂപ്പ, മോനെ വീർ, കാര്യങ്ങളെല്ലാം എമിലി എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു. ഒന്നെങ്കിൽ ആ ബൈക്ക് ഓട്ടോ കൺട്രോൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ മാഡ് മാക്സ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. നീ അതിനെ എങ്ങനെയെങ്കിലും മാനുവൽ കൺട്രോളിലേക്ക് കൊണ്ടുപോവാ. ഓക്കെ അപ്പൂപ്പ. ഓ നോ, ആ കുട്ടികളെ ഞാനിപ്പോ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഇനി ഞാൻ ആ ബൈക്ക് കുട്ടികളുടെ ദേഹത്ത് ഇടിപ്പിക്കാം. അതിനുശേഷം വീറിന്റെ ഗതി അതോ ഗതിയായിരിക്കും. വീറിന്റെ കൂടെ ചേർക്കപ്പെട്ട റോബോ ബോയ് എന്ന പേരും അതോടെ തീർന്നു കിട്ടുന്നതാണ്.